എടാ ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ പൊളാരിസിൻ്റെ ഒന്നും വീഡിയോ എന്താ ഇതുവരെ ഇടാത്തതെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇന്നിപ്പോൾ പോസ്റ്റ് ആക്കുവാണ്. ഇപ്പോൾ പൊളാരിസിൻ്റെ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാവലറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ അവിടെയും കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് പൊളാരിസിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അപ്പോൾ എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ വയറും കാര്യങ്ങളെല്ലാം വലിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ അബിൻ ചേട്ടൻ ടീമും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് വയറിങ് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ കയറുന്നത്. പിന്നെ ഈ ഒരു പൊളാരിസിൻ്റെ ക്യാബിനും കാര്യങ്ങളൊന്നും ഇപ്പോഴേ കയറുന്നില്ല. അതൊരു അടുത്ത വരവിനെ ക്യാബിനും കാര്യങ്ങളൊക്കെ കയറത്തുള്ളൂ, കാരണം അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ അകത്ത് നോക്കുവാണെങ്കിൽ ഓൾറെഡി ആ ഒരു പഞ്ച് ബോക്സിൻ്റെ പെട്ടിയും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ പെട്ടിയും കാര്യങ്ങളെല്ലാം അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സുയിത്തായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ട്രാവലറിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ സൽമാൻസിൻ്റെ ഒരു ഫാരറ്റ് ബെൻസ് അവിടെ വന്ന് കിടപ്പുണ്ട്. പിന്നെ അഖിലും ടീമും എല്ലാം അവിടെ വന്നിട്ട് അടുത്ത പൊളാരിസിനകത്ത് ഇറങ്ങാനുള്ള പെട്ടിയും കാര്യങ്ങളെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടിക്കകത്ത് പശ കാര്യങ്ങളെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നീട് ഈ ഒരു ക്ലോത്തിനകത്ത് തേച്ച് പിടിപ്പിക്കും. അതിനുശേഷമാണ് ഈ ഒരു ക്ലോത്ത് ഈ ഒരു പെട്ടിയിലേക്ക് വെക്കുന്നത്. ഈ ഒരു സാധനം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ നമ്മളുടെ തമിഴ് വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെയും വർക്കും കാര്യങ്ങളൊക്കെ ഉടനെ തുടങ്ങും. പിന്നെ മൊസാക്കോടെ ചെറിയൊരു കുട്ടി വണ്ടി അവിടെ കിടപ്പുണ്ട്. ആ ഒരു വണ്ടിയും വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷായി കിടക്കുവാണ്. അപ്പോൾ അതിപ്പോൾ ഉടനെ പോവും. പിന്നെ ഇവിടെ ഈ ഒരു പൊളാരിസിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. പിന്നീടുള്ള ബാക്കി വർക്കും കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടി അത്യാവശ്യം കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഓടി അവരുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ വയറിങ്ങിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പിന്നെ അഖിലിത ഇവിടെ ഈ ഒരു വണ്ടിക്കകത്ത് കയറാനുള്ള സാധനങ്ങളുടെ എല്ലാ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഒട്ടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. കാരണം ഈ ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു വണ്ടിക്കകത്ത് സാധനങ്ങൾ കയറുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് എന്തൊക്കെ ലൈറ്റുകളുണ്ട്, എന്തൊക്കെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റെന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതെല്ലാം കംപ്ലീറ്റ് ഈ ഒരു ലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റാണ് ഇവിടെ ഒട്ടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഈ ഒരു വണ്ടിക്കകത്ത് സാധനങ്ങൾ കയറ്റുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ലിസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്കിനി ആ ഒരു സൽമാൻസിൻ്റെ ഒരു ഫുൾ ഗ്ലാസ് വണ്ടിയില്ലേ, ആ ഒരു വണ്ടിയുടെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് സന്ദീപ് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റ് കണ്ടോ, ഇത്ര ഇറക്കത്തിലാണ് വരുന്നത്. പിന്നെ 2x2 സീറ്റ് ലേഔട്ടാണ് വരുന്നത്, എല്ലാം പുഷ് ബാക്ക് സീറ്റാണ്. പിന്നെ ഡ്രൈവറിനോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഇത് ഓടിക്കാനൊക്കെ നല്ല സുഖമാണെന്ന് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ റെഡ് ലേഡിന്നോ അങ്ങനെ എന്തോ എഡിഷനെയും കൊടുത്തിരിക്കുന്നത്. വണ്ടി ഫുൾ ഒറ്റ റെഡ് കളറാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും എല്ലാ എയർ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ അകലെ ഇവിടെ ആ ഒരു പൊളാരിസിൻ്റെ അകത്തുള്ള ഒരു സ്പീക്കറിൻ്റെ കവറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈനാണ് ഈ ഒരു പൊളാരിസിൻ്റെ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഏലിയനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു വണ്ടിയുടെ തീമും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ പ്രിയൻ അവിടെ ഇരുന്നിട്ട് അടുത്ത ക്ലോത്തിൻ്റെ അളവും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പെട്ടിക്കകത്ത് പുതിയ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലോത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സത്യം പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയിലെടുക്കും. പക്ഷേ ഇന്നെന്തോ വ്യത്യാസമായിട്ട് നല്ല കാറ്റും തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ആ ഒരു സ്പീക്കർ കവറിൻ്റെ പരിപാടികളെല്ലാം അവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്ദീപ് ആ ഒരു പഞ്ച് ബോക്സിൻ്റെ കവറിൻ്റെ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ച് ബോക്സിനകത്തുള്ള സബും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓൾറെഡി കയറിയിട്ടാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഒന്ന് പോകാനായിട്ട് പോകുന്നത്. പിന്നെ ബാബ നേരത്തെ അളവെടുത്ത ആ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത ഒരു പെട്ടിക്കകത്ത് ഏകദേശം ഒട്ടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ല രസമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. സ്വരാജ് മസ്തയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ തിരുവാതിര എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്, വരാഹി എന്നാണ് എഡിഷൻ നെയിം. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ലുക്കും അതുപോലെ തന്നെ ആ ഒരു ലിപ്പും കാര്യങ്ങളൊക്കെ കയറിയപ്പോഴത്തേക്ക് ഓൾറെഡി അത്രയും എറിച്ച് നിൽക്കുന്ന ആ ഒരു ഫ്രണ്ട് ലുക്ക് ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പൊളാരിസിൻ്റെ അകത്തുള്ള ആ ഒരു വയറിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ ഈ ഒരു ഡയഫ്രവും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ വയറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കുവാണ്. ഇനി ഇതിനകത്താണ് നമ്മൾ ആ ഒരു ഈ ഒരു സ്പീക്കർ കവറിൻ്റെ അകത്ത് വരുന്ന ഒരു ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ കവറും കാര്യങ്ങളെല്ലാം കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സ്പീക്കറിൻ്റെ ലൈറ്റിൻ്റെ വയറുകളാണ് ഈ ഒരു പുറമേ കിടക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഇനിയും കുറച്ച് സാധനങ്ങൾ കയറാനായിട്ടുണ്ട്. പിന്നെ ബാക്കിൽ പഞ്ച് ബോക്സ് ഇപ്പോൾ ഉടനെ കയറും. പഞ്ച് ബോക്സ് കയറിയതിന് ശേഷം ഇനി ഇതിൻ്റെ കവർ കയറ്റണം. കവറിനകത്ത് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കവറിനകത്തുള്ള ലൈറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം സന്ദീപ് ഇവിടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ മേളത്തെ സ്പീക്കറിന് പുറമെ നമ്മളുടെ സീറ്റിനടിയിലുള്ള ഒരു ഫുൾ റേഞ്ചുകളുടെ എല്ലാം പെട്ടിയും കാര്യങ്ങളെല്ലാം ഓൾറെഡി കയറി കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് ഇതിനകത്ത് കയറാനുള്ള സ്പീക്കറും കാര്യങ്ങളെല്ലാം പ്രിയം പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അങ്ങനെ വെക്കുവാണ്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കറുകളെല്ലാം കയറ്റി ഫില്ല് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൊണ്ടുവരുന്ന ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കയറാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ അതിലിവിടെ ആ ഒരു ബോർഡും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് ബാക്കി സ്പീക്കറുകൾ കയറ്റാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ.
തപസ്യയുടെ ഒരു വണ്ടി അവിടെ വോക്കലടിക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി സന്ദീപ് ആ ഒരു പഞ്ച് ബോക്സിൻ്റെ കവറിൻ്റെ വർക്കിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവനാണ് നമ്മളെ ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വേറൊരു പഞ്ച് ബോക്സ് കവർ ഇരിപ്പുണ്ട്. ഇത് ഏതൊരു വണ്ടിയുടെ പഞ്ച് ബോക്സ് കവറാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ലൈക്ക് അടിക്കാനോ അതുപോലെ തന്നെ ആ ഒരു ഹൈ പോയിന്റ് കൊടുക്കാനായിട്ട് ആരും മറക്കല്ലേ. ഇവിടെ പ്രിയനും അവരും കൂടി ചേർന്നിട്ട് ആ ഒരു ക്യാബിനിലുള്ള ഒരു നെയിം ബോർഡിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ക്യാബിനിലെ കുറച്ച് വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ നമ്മളുടെ മൊസാക്കോടെ ഒരു ചെറിയ വണ്ടിയുടെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നെയിം ബോർഡാണ് ഈ അടിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ നടുക്കൊരു കുഴിയുണ്ടോ, നമ്മളുടെ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഉള്ളതുപോലെ പിള്ളേർക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഒരു കുഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള വേറൊരു വണ്ടിക്കകത്ത് ഞാൻ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല. പിന്നെ അകത്താണെങ്കിൽ അവരുടെ ഒരു പഴയൊരു പഞ്ച് ബോക്സിൻ്റെ സെറ്റപ്പ് തന്നെ ഉണ്ട്. അതെല്ലാം നമ്മൾ സെറ്റാക്കി എടുക്കണം. ഇനി ഈ ഒരു വണ്ടിയുടെ ഫുള്ള് വർക്ക് നമുക്ക് ചെയ്യണം. വോക്കലും കാര്യങ്ങളെല്ലാം കയറുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഈ ചെറിയ ട്രിപ്പുകളൊക്കെ പോയി അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയൊരു കിടിലൻ വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടിക്കകത്ത് മറ്റേ നിയോൺ വർക്കും എല്ലാം വരുന്നുണ്ട് അകത്ത്. അപ്പോൾ അതെല്ലാം ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തണുത്ത കാറ്റും കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതിപ്പോൾ മഴയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മഴ നല്ല തകർത്ത് വെച്ച് പെയ്യുവാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു പുത്തൻ ട്രാവലർ വർക്കിന് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ നമ്മുടെ സൽമാൻസിൻ്റെ വണ്ടി അവിടെ വന്ന് നടപ്പുണ്ട്, ശ്രുതിയുടെ വണ്ടി വന്ന് നടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടികളെല്ലാം ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് വന്ന് നടക്കുന്ന വണ്ടികളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ശ്രുതിയുടെ വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല വർക്കുണ്ട്. ഓൾറെഡി അത്യാവശ്യം ഓട്ടങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചെറിയ വർക്ക് ചെയ്ത് പോയ വണ്ടിയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്ത് ഇവരുടെ മറ്റൊരു വണ്ടിയുടെ വർക്കാണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യം ചെയ്തു പോയിട്ടുള്ള ആ ഒരു വണ്ടി വീണ്ടും വർക്കെടുക്കാനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസിൽ നമ്മൾ പുറകെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഒരു പൊളാരിസിൻ്റെ അകത്തുള്ള ആ ഒരു സ്പീക്കറിൻ്റെ കവർ ഇതാണ് കേട്ടോ. നമ്മളുടെ സംഗീത ഓഡിയോസിൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏലിയൻ്റെ പിക്ചർ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ലൈറ്റ് കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു കവറും കാര്യങ്ങളൊന്നും നമ്മൾ ഇളക്കിയിട്ടില്ല. ആ ഒരു കവറും കൂടിയൊക്കെ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു മുകളിലുള്ള ആ ഒരു പേപ്പർ, ആ ഒരു പേപ്പർ ഇളക്കാത്തതുകൊണ്ടാണ് കണ്ടോ അത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് പേപ്പറാണ് വരുന്നത്. അപ്പോൾ പേപ്പർ ഇളക്കിയ ഭാഗത്ത് ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പേപ്പർ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് സംഭവം നല്ല ലുക്കാവും. പിന്നെ ലൈറ്റും കൂടി ഇടണം. അത്യാവശ്യം ഡാർക്ക്നെസ്സും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിങ്ങനെ കത്തി നിൽക്കും. പിന്നെ പുറത്ത് നല്ല മഴയും തണുപ്പുമാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ വണ്ടിയിൽ നിൽക്കാനായിട്ട് നല്ല ഫീലാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഓരോരോ വർക്കുകളിൽ ഇങ്ങനെ നല്ല തിരക്കിലാണ് എപ്പോഴും. ആരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മളുടെ പാവ ഇവിടെ ഇരുന്നിട്ട് മെഷീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. ബിനിച്ചേട്ടൻ അവിടെ ഒരു ക്ലോത്ത് സെറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു സൈഡിൽ തടിപ്പണി നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ നേരത്തെ തകർത്ത് കുത്തി പെയ്തുകൊണ്ടിരുന്ന ആ ഒരു മഴ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നീ കഴിഞ്ഞിട്ട് ഇവിടെ നല്ല തണുപ്പാണേ. പിന്നെ ബിനിച്ചേട്ടൻ എന്താ ഇവിടെ ഒരു സ്പീക്കറും കാര്യങ്ങളും എല്ലാം ഏകദേശം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുണിയെല്ലാം പൊതിഞ്ഞിട്ട്. പിന്നെ ഇവിടെ അടുത്തൊരു വണ്ടിയുടെ ക്യാബിനും കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാബിനും ഏത് വണ്ടിയുടെയാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. പിന്നെ അങ്ങനെ നിന്നപ്പോഴാണ് മൊസാക്കോയുടെ ഒരു കുട്ടി വണ്ടിയുടെ ആ ഒരു ഡാഷിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടത്. ഇത് എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ. എനിക്കിപ്പോഴും ഇതിൻ്റെ ഒരു ക്രൈസ് ഭയങ്കരമായിട്ടുണ്ട്. ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് കണ്ടോ, നല്ല രസമുണ്ട്. താറിൻ്റെ ആ ഒരു ടോപ്പും പിന്നെ മോൺസ്റ്റർ ട്രക്കിൻ്റെ ആ ഒരു വീലും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ മോൺസ്റ്റർ ട്രക്ക് ടോയ്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം നല്ല ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും കേട്ടോ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയും കിട്ടും.
അങ്ങനെ ഫൈനലി നമ്മളുടെ പോളാരിസിൻ്റെ ആ ഒരു ഏലിയൻ തീമിൽ വരുന്ന ഒരു പഞ്ച് ബോക്സിൻ്റെ കവറും കയറി കഴിഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പീക്കർ കവറുകളുടെ എല്ലാം ആ ഒരു പേപ്പറും കാര്യങ്ങളും ഇളക്കിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷും കാര്യങ്ങളെല്ലാം വന്നത്. ഇപ്പം നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇതിനകത്ത് ഈ ഇരട്ടായിട്ട് ലൈറ്റും കൂടി ഓണാക്കി കഴിഞ്ഞാൽ അത് വേറൊരു ലുക്കായിരിക്കും. നമുക്കിനി ഒരു പൊളാരിസിൻ്റെ വണ്ടി അകത്തുനിന്ന് പുറത്തോട്ടിറക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി മഴയും കാര്യങ്ങളെല്ലാം പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളക്കെട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വെള്ളക്കെട്ടതാ ഇവിടെയും ഉണ്ട്. അപ്പോൾ അതിനകത്ത് കല്ലും കാര്യങ്ങളെല്ലാം ഇട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഈ ഒരു പൊളാരിസിൻ്റെ വണ്ടി അകത്തുനിന്ന് പുറത്തോട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ബിനിച്ചേട്ടൻ സന്ധ്യയും കൂടി അത്യാവശ്യം കല്ലും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു പവറിലാണ് നമുക്കൊരു വണ്ടി അവിടെ നിന്ന് പുറത്തോട്ട് ഇറക്കിയെടുക്കാനായിട്ട്. എടാ, നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഒരു വീഡിയോ ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് ഒതുക്കി നിർത്താൻ പറ്റുമെന്ന്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഒക്കെ അത്യാവശ്യം ലോങ് ആണ്, നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാം. അപ്പോൾ അവരങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് 1-2 ദിവസത്തിനകത്ത് തന്നെ നമ്മളുടെ ഈ ഒരു ചാനലിനകത്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെൽ ബട്ടൺ കൂടി ജസ്റ്റ് ഒന്ന് ഞെക്കി വെച്ചേക്കണം. അതുപോലെ തന്നെ റാൻഡോട്ട് ഇമോജി എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ചെറിയൊരു സഹായമാവും ആ ഒരു ഹൈ പോയിൻറ്റ്സും കൂടി ഒന്ന് കൊടുത്താൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടോയ് കാറുകളുടെ എല്ലാ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സംഗീത ഓഡീസിൽ നിന്നുള്ള ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.